ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ലേസി ആയിരിക്കുമല്ലോ ഇന്ന്. ഞാനും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ ഞാനൊന്ന് ഉഷാറായത്. പിന്നെ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് എനിക്കൊരു ഗ്ലാസ് ചായ വേണം കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇനി ബാക്കിയുള്ള പ്ലാൻ. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മളിന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ദോശയ്ക്ക് നമ്മൾ കറിയായിട്ട് ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചമ്മന്തിയും പ്ലസ് ഒരു ചട്നി പോലത്തെ ഒരു കറി കേട്ടോ. അപ്പോൾ അതിനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇന്ന് കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ദോശ ആയിട്ടുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ, കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ദോശയുണ്ട്, ചട്നിയുണ്ട്. കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് ലഞ്ചിന് എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ. മീൻ വാങ്ങിച്ചു നമ്മൾ. അപ്പോൾ മീൻ കറിയും വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയ മീനായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്ത സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മണം ഉണ്ടായിരുന്നു. ഉച്ചയാകുമ്പോഴത്തേക്കും തന്നെ എനിക്ക് നന്നായി വിശന്നു കേട്ടോ. മീൻകറി ആയതുകൊണ്ടാണെന്നറിയില്ല, നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 1:30 ആകുമ്പോഴത്തേക്കും തന്നെ ഞാൻ കഴിക്കാൻ തുടങ്ങി കേട്ടോ. എനിക്ക് കറി വെച്ച മീനാണ് കേട്ടോ കൂടുതലിഷ്ടം. ഞാൻ ഫ്രൈ ചെയ്തത് അധികം കഴിക്കാറില്ല. പക്ഷെ ഇത് ചെറിയ മീനായതുകൊണ്ട് എനിക്ക് എന്തോന്ന് നന്നായി ഇഷ്ടമായി കേട്ടോ മീൻ കഴിക്കാൻ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഈ ഞായറാഴ്ച സമയത്തൊക്കെ ഫ്രീ ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തെങ്കിലും പുതിയ സിനിമ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണും കേട്ടോ. ഇന്നപ്പോൾ ഒരു നുണക്കുഴി എന്ന് പറഞ്ഞൊരു സിനിമയാണ് കേട്ടോ കാണാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് 5 മണിക്ക് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാൻ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഏകദേശം വെയിലൊക്കെ ഒന്ന് പോകും കേട്ടോ. ഇവിടെ നല്ല ചൂടാണിപ്പോൾ. അപ്പോൾ വെയിലൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ടേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ വെജിറ്റബിൾസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാം കേട്ടോ. ഇപ്പോൾ സമയം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. വെജിറ്റബിൾസ് വാങ്ങിയിട്ട് നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഷൂട്ട്സ് എടുക്കാം കേട്ടോ, വീഡിയോസ് എടുക്കാം. അപ്പോൾ അത് ഞാൻ ഈ വ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഞാനങ്ങനെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് പോയി വാങ്ങിയിട്ട് വരാം കേട്ടോ. അവിടെ ആകുമ്പോൾ നല്ല, അതായത് രാമചന്ദ്രനിലാണ് കേട്ടോ അങ്ങനെ വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കുക. ഒരു ആഴ്ചയ്ക്കുള്ള വെജിറ്റബിൾസാണ് വാങ്ങിക്കുക. അത് നല്ല ഫ്രഷ് ആയിരിക്കും കേട്ടോ അവിടെ നിന്ന്. അതുപോലെ തന്നെ നല്ല വിലക്കുറവുണ്ടാവും കേട്ടോ. ഈ സൈഡിലൊക്കെ ഏകദേശം അടുത്തുള്ള കടയിലൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് പോയി എടുക്കുന്ന സമയത്ത് നമുക്ക് അത്രയും തോന്നിയിട്ടില്ല, റേറ്റ് അത്രയും തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മളെപ്പോഴും അവിടെ നിന്നാണ് കേട്ടോ പോയി വാങ്ങിക്കുക. ഞായറാഴ്ച ആയതുകൊണ്ട് റോഡിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല. കണ്ടോ, 5 മണിയായിട്ട് നല്ല വെയിലുണ്ട് കേട്ടോ. ഇപ്പോഴും നല്ല ചൂടുമുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് കയറിയ കുഴപ്പമില്ല കേട്ടോ, കുറച്ചുകൂടി തണുപ്പുണ്ടാവും. അങ്ങനെ ഞങ്ങൾ രാമചന്ദ്രൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഹൈപ്പർ മാർക്കറ്റിലാണ് പോവുക. ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല, തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലെത്തി. അപ്പോൾ അവിടെ നിന്ന് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാൻ പോവുമായിരുന്നു കേട്ടോ. ഞാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കവർ തലകീഴായി പിടിച്ചതായിരുന്നു കേട്ടോ. എനിക്ക് എടുത്തിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഏട്ടനാണ് പറഞ്ഞത് അത് താഴെയാണ്. ഇവിടുത്തെ റേറ്റ് കുറച്ച് റീസണബിളാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ നല്ല തിരക്കുണ്ടാവും എപ്പോഴും. കുറച്ചുകൂടി വൈകി വരണമെന്നുണ്ടെങ്കിൽ കുറേ പച്ചക്കറികളൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. നമ്മൾ ബില്ല് ചെയ്യാൻ പോവുകയാണ്. ഓൾമോസ്റ്റ് എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏട്ടന് ഒരു പാൻറ് എടുക്കാൻ പോയിട്ടോ. അത് വേറൊരു ഫ്ലോറിലാണെന്നു. അപ്പോൾ പാൻറ്റൊക്കെ സെലക്ട് ചെയ്തു. അത് ബില്ല് ചെയ്യാൻ പോയിട്ടോ. അങ്ങനെ വൈകുന്നേരം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്കത്തെ അതേപോലെ തന്നെ, എക്സ്ട്രാ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ
എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.